ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്ന സങ്കടകരമായ വാർത്തയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വൈശ്ശേരി സ്വദേശിയായ 65-കാരൻ മോഹനനാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 2:30ഓടെയാണ് സംഭവം ഉണ്ടായത്. വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ആതിരപ്പള്ളി പഞ്ചായത്തിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഏതാണ്ട് പുലർച്ചെ 2 മണിയോടെയാണ് ഈ ദുരന്തം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവം? ഹസൻ, പുലർച്ചെ 2:30 ഈ ആന ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. നേരത്തെ പുലർച്ചെ തന്നെ 1 മണിയോടുകൂടി തന്നെ പ്രദേശത്ത് ആന എത്തുകയും ഇത് ജനവാസ മേഖലയിൽ കൃഷി നശിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. ഈ സമയത്ത് വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന മോഹനനും ബന്ധുക്കളും പുറത്തേക്ക് വരികയും മോഹനൻ ആനയെ തിരികെ മടക്കി അയക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ആന ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. പിന്തിരിഞ്ഞോടാൻ നോക്കിയ ഇദ്ദേഹത്തെ തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ട് പിന്നാലെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളായ ബന്ധുക്കളും അയൽവാസികൾ അടക്കമുള്ള ആളുകളും അറിയിച്ചിട്ടുള്ളത്. ആനയെ ഇവർ ചേർന്ന് കാട് കയറ്റാനുള്ള ശ്രമം നടത്തി, പടക്കം പൊട്ടിച്ചും മറ്റും തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തുകയും പിന്നീട് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോൾ മരണം സംഭവിച്ചിരുന്നു. മേഖലയിൽ നിരന്തരമായി കാട്ടാനയെത്തി കൃഷി നശിപ്പിക്കുന്നതടക്കമുള്ള കാട്ടാന ശല്യം അടക്കമുള്ള നിരന്തരമായി സംഭവങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ വെറ്റിലപ്പാറയും തൊട്ടടുത്ത വൈശ്ശേരിയും ഒക്കെ. ഇവിടെ തന്നെ പല തവണകളിലായി ജനവാസ മേഖലകളിൽ ആന ഇറങ്ങി ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വാർത്തകൾ നമ്മൾ തന്നെ പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വന്യമൃഗ ശല്യത്തെ തുടർന്ന് വലിയ ദുരിതമാണ് നേരിടുന്നത്. ഈ പറയുന്ന സ്ഥലത്തും വൈശ്ശേരിയിലും ദിവസങ്ങൾക്ക് മുൻപും സ്ഥിരമായി ആന എത്തിയിരുന്നു. ഇതുകൊണ്ട് തന്നെ കൃഷിനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മോഹൻ അടക്കമുള്ള കർഷകരും പ്രദേശവാസികളും ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇനി തുടർ നടപടികളും മറ്റും നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് മേഖലയിൽ ഉണ്ടാകുന്നത്. ഇന്ന് ആതിരപ്പള്ളി പഞ്ചായത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് വരെ ഹർത്താൽ തുടരും. ആനമല മലക്കപ്പാറ അന്തർ സംസ്ഥാന പാത ഉപരോധിക്കാനും പ്രദേശവാസികളും നാട്ടുകാരും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആതിരപ്പള്ളി വനമേഖലയിൽ തന്നെ നിരവധി മനുഷ്യജീവനുകളാണ് കാട്ടാനക്കലി കൊണ്ട് മാത്രം പൊരിഞ്ഞിരിക്കുന്നത്. ആദിവാസി യുവാക്കളടക്കമുള്ള ആളുകൾ, വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആളുകൾ ആനക്കലിയിൽ ഇല്ലാതായി പോയ വാർത്തകൾ മാസങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. തൊട്ടടുത്ത് തന്നെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ നിരന്തരം ആളുകൾ ഉപദ്രവിക്കപ്പെടുന്നു. വന്യമൃഗങ്ങളുടെ ശല്യത്തെ തുടർന്ന് അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനത്ത് എല്ലായിടത്തുമുള്ള പരാതി. അത് ആതിരപ്പള്ളിയിലും പലകുറി ആവർത്തിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വനംവകുപ്പിന്റെ പരീക്ഷണ പദ്ധതിയായ തൂക്ക് സൗരോർജ്ജ വേലി അടക്കമുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കോടികൾ വനംവകുപ്പ് ഇവിടെ ചെലവഴിച്ചിരുന്നു. പക്ഷേ തൂക്ക് സൗരോർജ്ജ വേലി അടക്കമുള്ള ഫെൻസിംഗ് വാളുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ആതിരപ്പള്ളിയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. വന്യമൃഗമായ ആനയ്ക്കൊപ്പം തന്നെ മറ്റ് ക്രൂരമൃഗങ്ങൾ കൂടി ഈ മേഖലയിൽ ഇറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുകയും അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇവിടെ നിരന്തരമായി ഉണ്ടാകുന്നു. പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. ഏതായാലും ദാരുണമായ സംഭവമാണ്. ഒരു 65 വയസ്സുകാരനായ ഒരു മനുഷ്യൻ കാട്ടാനക്കലിയിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധവും രോക്ഷവുമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കി ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നൊരു ആവശ്യം ഉയരുമ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഈ കാര്യത്തിൽ നോക്കുകുത്തിയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായി വരുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുക. മോഹനന്റെ മൃതദേഹം ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലടക്കം എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളെ കുറിച്ചാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കുന്നത്. ഹർഷൻ.